ഞാൻ പൊതുവെ സഹോദരങ്ങളോട് പറയാറുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ഏത് വിഷയം വന്നാലും മുൻഗാമികളുടെ മസലകളൊന്നും നിങ്ങൾക്ക് വായിക്കാനും പഠിക്കാനും പറ്റുന്നില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു 3 അലമുകളുണ്ട്, 3 വലിയ പണ്ഡിതന്മാർ, ലോകത്തെ സലഫികൾ ഒന്നടങ്കം, സലഫികൾ അല്ലാത്തവരടക്കം അംഗീകരിച്ച 3 പണ്ഡിതന്മാർ, ഷെയ്ഖ് അൽബാനി ഷാമിൽ, ഷെയ്ഖ് ബിൻ ബാസ് ഇബ്നു ഉസൈമീൻ സൗദിയിൽ. ഈ 3 പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എന്ത് വീക്ഷണമാണ് എടുത്തിരുന്നത്, അവരെങ്ങനെ പരസ്പരം പെരുമാറി എന്ന് നിങ്ങൾ എടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഏത് മസലയിലും. നേരത്തെ വിഷയം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞ തക്ഫീറിന്റെ വിഷയം, ഉദ്ർ ബിൽ ജഹലിന്റെ വിഷയം, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് വരും. പക്ഷേ ആ ഒരു മസലയിൽ ഈ 3 പണ്ഡിതന്മാരെ നിങ്ങൾ എടുത്തു നോക്കിയേ. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാഹ് പറയുന്നു, ഇല്ല, കുഫർ സംഭവിച്ചാൽ അവൻ കാഫിറാണ്, അവന് ഉദ്റില്ല. ചില വിശദീകരണങ്ങളുണ്ട്, അത് നമുക്ക് പറയാം. അവൻ കാഫിറാണ്, അതാണ് ഷെയ്ഖിന്റെ പൊതുവായ വാദം. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാഹ് അങ്ങനെ പറഞ്ഞൊരു ഭാഗത്ത്, ഷെയ്ഖ് അൽബാനി ഇപ്പുറം പറഞ്ഞു, അല്ല, ഉദ്റുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറഞ്ഞു, ഉദ്ർ ഇല്ല എന്ന് പറയാൻ എന്ത് തെളിവാണ് ഒരാൾക്ക് കൊണ്ടുവരാൻ എന്ന് എനിക്കറിയില്ല. മസലയിൽ അങ്ങനെ സംസാരിച്ചു. ഷെയ്ഖ് ബിൻ ബാസ് എപ്പോഴെങ്കിലും ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ ഒന്നിനും കൊള്ളാത്തവനാണ്, അവൻ ദീൻ മനസ്സിലാത്തവനെന്ന് പറഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ? ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് എപ്പോഴെങ്കിലും ഇബ്നു ബാസിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ഇബ്നു ബാസ് അൽബാനിയെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ഒരാളും പറഞ്ഞിട്ടില്ല. നേരെ തിരിച്ച് അവർക്കിടയിലുള്ള സ്നേഹം, അവർക്കിടയിലുള്ള ബഹുമാനം, കാരണം അവർ ഈ ദീന് സംസാരിക്കുന്ന അള്ളാഹുവിന് വേണ്ടിയാണ്, അവരുടെ ഭാഗം സ്ഥാപിക്കാനല്ല. ഷെയ്ഖ് ബിൻ ബാസ് മസല പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ഇതാണ് ശരി, അദ്ദേഹം അത് പറഞ്ഞു. എന്നാൽ മറ്റുള്ളവരോട് എങ്ങനെ ബഹുമാനം കാണിക്കണം എന്ന് പഠിപ്പിക്കുന്ന ദീനിന്റെ അധ്യാപനങ്ങൾ അദ്ദേഹം ജീവിതത്തിൽ പാലിച്ചു. ഹജ്ജിന്റെ സമയം ഈ 3 ഉലമാക്കളും മിനയിൽ ഒരുമിച്ച് കൂടി. ആ ഒരു വർഷം മാത്രമാണ് അവരങ്ങനെ ഒരുമിച്ച് കൂടിയത്. ആളുകളൊക്കെ അവരുടെ ഒന്നിച്ചുണ്ട്. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരു ഗ്രന്ഥം തന്നെ നമുക്ക് രചിക്കാൻ പറ്റും അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്കിടയിൽ. 3 ആളുകളും വന്നു, ആളുകൾ സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുള്ളാഹയാണ് റഈസുൽ മജ്ലിസിന്റെ ഒരു അധ്യക്ഷൻ. ആളുകൾ ഹദീസിന്റെ സംശയം ചോദിച്ചാൽ ഷെയ്ഖ് ബിൻ ബാസ് ഷെയ്ഖ് അൽബാനിയോട് പറയും, താങ്കൾ മറുപടി പറയും. ഫിഖഹിന്റെ സംശയം വന്നാൽ ഷെയ്ഖ് ബിൻ ബാസ് ഇബ്നു ഉസൈമീനോട് പറയും, താങ്കൾ മറുപടി പറയണം. അഖീദയിൽ സംശയങ്ങൾ വന്നാൽ ഷെയ്ഖ് ബിൻ ബാസ് തന്നെ മറുപടി പറയും. നിസ്കാര സമയമായി, ജനങ്ങളൊക്കെ നോക്കി നിൽക്കുകയാണ്. ഇത് ചില മശായിഖന്മാർ ആ സമയത്തുണ്ടായിരുന്നു, അവർ ഉദ്ധരിക്കുന്ന കഥയാണ്. ഈ ആളുകളൊക്കെ നോക്കി നിൽക്കുകയാണ്, ഇനി ആരാണ് ഇമാം നിൽക്കുക? ഈ സമയം ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് ഷെയ്ഖ് ബിൻ ബാസിനോട് പറഞ്ഞു, താങ്കൾ നിൽക്കുക, അത് മുഫ്തിയാണ്. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഞങ്ങൾ 3 പേരും ഹാഫിളീങ്ങളാണ്, ഇബ്നു ബാസും ഇബ്നു ഉസൈമീൻ അൽബാനി 3 ആളും ഹാഫിളീങ്ങളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, യഉമ്മുൽ ഖൗമ അഖറഉഹും ലികിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനെ കൂടുതൽ അറിയുന്നവരാണ്. 3 ആളുകളും ഹാഫിളാണ്. ഖുർആന് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം എന്തിനാണ്? സുന്നത്തിനാണ്. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാഹ് ഷെയ്ഖ് അൽബാനിയോട് പറഞ്ഞു, അൻത അഅലമുനാ ബിസുന്നത്തി റസൂലില്ലാഹ്, പ്രവാചകന്റെ സുന്നത്തിനെ കുറിച്ച് ഏറ്റവും അധികം അറിയുന്നത് താങ്കൾക്കാണ്. അതുകൊണ്ട് സല്ലി ബിനാ അബാ അബ്ദുറഹ്മാൻ, നമുക്ക് ഇമാമായി ഷെയ്ഖ് അൽബാനിയോട് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് അവർക്ക് ഇമാമായി നിസ്കരിച്ചു. ഈ ബഹുമാനം, ഈ സ്നേഹം, ഷെയ്ഖ് അൽബാനിയെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ സൗദിയിൽ നിന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ മറുപടി പറയും. ഷെയ്ഖ് ഇബ്നു അൽബാനിയെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ഇബ്നു ബാസ് ഇവിടെ മറുപടി പറയും. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് മുർജി ആണെന്ന് വാദം വന്നപ്പോൾ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറഞ്ഞു, ഒന്നുകിൽ അവൻ അൽബാനി അറിയില്ല, അല്ലെങ്കിൽ അവൻ ഇർജ എന്താണെന്ന് അറിയില്ല. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ ഇവിടെ കുറ്റം പറഞ്ഞാൽ അവിടെ ഷെയ്ഖ് അൽബാനി മറുപടി പറയും. ഇങ്ങനെ അഹ്ലുസുന്ന അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് വിഷയം വന്നാലും ഈ 3 ഉലമാക്കളിലേക്ക് നിങ്ങൾ മടക്കുക. അവരുടെ ഫത്വകൾ ഇന്ന് ലഭ്യമാണ്. നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഷെയ്ഖ് അൽബാനിയുടെ എല്ലാ സംസാരങ്ങളും സിൽസിലത്തുൽ ഹുദാ വൻ നൂറിൽ നിങ്ങൾക്ക് ലഭിക്കും. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വകൾ, ഷെയ്ഖ് ഇബ്നു ഉസൈമീന്റെ ഫത്വകൾ, അവരെങ്ങനെ സ്നേഹിച്ചത് അള്ളാഹുവിന്റെ മാർഗത്തിൽ. ആ സ്നേഹം നമുക്കിടയിൽ ഉണ്ടാകണം. അനാവശ്യമായ ഭിന്നിപ്പുകൾ, നിങ്ങൾ ഇന്ന് നടക്കുന്ന ഏത് ഫിത്നയും, ഏത് വിഷയവും നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. മാസപ്പിറവിയുടെ വിഷയം നമ്മുടെ നാട്ടിൽ വന്നു. മാസപ്പിറവി വിഷയത്തിൽ ഈ പണ്ഡിതന്മാരുടെ നിലപാട് നിങ്ങൾ നോക്കൂ. 3 ആളുകളും ഒരേ നിലപാട് പറഞ്ഞവരല്ല. ഷെയ്ഖ് ഇബ്നു ഉസൈമീന്റെ നിലപാടല്ല ഷെയ്ഖ് ഇബ്നു ബാസിന്റെ. പക്ഷെ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല, അവർക്കിടയിൽ തർക്കങ്ങളില്ല, അതിന്റെ പേരിൽ ഭിന്നിപ്പുകളില്ല. ഈ തക്ഫീറിന്റെ വിഷയം, ഉദ്ർ ബിൽ ജഹലിന്റെ വിഷയം, 2 അഭിപ്രായങ്ങൾ കണ്ടു, അഭിപ്രായ വ്യത്യാസമില്ല. ഇപ്പൊ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് ഇഅ്തിദാലിന് ശേഷം കൈകെട്ടുന്നത് ബിദ്അത്താണെന്ന് പറഞ്ഞു. ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞത് സുന്നത്താണ്. എന്നാൽ അവർ തമ്മിൽ പരസ്പരം നീ മുബ്തദിഅാണ്, നീ ഫാസിഖാണ്, എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടോ? ഒരു സംസാരവും ഇല്ല. കാരണം അവർ അള്ളാഹുവിന് വേണ്ടി ജീവിച്ചവരാണ്. അള്ളാഹുവിന്റെ ദീനായിരുന്നു അവർക്ക് ഏറ്റവും വലിയ കാര്യം. എങ്ങനെയെങ്കിലും എന്റെ ഭാഗത്ത് 2 ആൾ ഉണ്ടാക്കണം എന്നൊരു ലക്ഷ്യം അവർക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഫിദ്ദീൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഈ ദീന്റെ പ്രചാരണത്തിന് നിങ്ങൾ നന്നായി തയ്യാറെടുക്കുക. നമ്മൾ പറഞ്ഞു വന്ന വിഷയം, اللهم عليك بهم اللهم عليك بهم اللهم عليك بهم. അല്ലാഹുവേ, നീ അവർക്ക് ദുനിയാവിൽ
അവർക്ക് നീ ദുനിയാവിൽ നൽകിയ വിഭവങ്ങളിൽ അല്ലാഹുവേ നീ വലിയ നഷ്ടം അവർക്കുണ്ടാക്കി തീർക്കണമേ. റബ്ബേ, നീ ഇവരുടെ കളവ് അത് നീ ആളുകൾക്ക് ബോധ്യപ്പെടുത്തണമേ. ഇവരുടെ തനിനിറം അല്ലാഹുവേ നീ ജനങ്ങൾക്ക് മുന്നിൽ പരസ്യമാക്കണമേ. ഇവരെ നീ വഷളാക്കണമേ. യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين والسلام عليكم ورحمة الله وبركاته. ഇതാണ് കത്ത് എഴുതാനുള്ള സാഹചര്യം. അതിൽ ഞാൻ സൂചിപ്പിച്ച ചില വിശ്വാസപരമായ പ്രശ്നങ്ങളുണ്ട്. വിശ്വാസപരം എന്ന് പറഞ്ഞാൽ, അഖീദാപരം എന്ന് പറഞ്ഞാൽ നേരെ ശിർക്ക് എന്നല്ല അർത്ഥമാക്കുന്നത്, മറിച്ച് ഉദാഹരണത്തിന് തക്ഫീർ, പൊതു മുസ്ലിമീങ്ങളെ തക്ഫീർ നടത്തുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ പലപ്പോഴും കാണുന്നുണ്ട്. അത് അഖീദാപരമായ അബദ്ധമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അത് അഖദിയായ ഒരു തെറ്റാണ് എന്നാണ്. അതുപോലെ മനഹജിയായ അബദ്ധങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഉദാഹരണത്തിന് ഈ മാസപ്പറ വിഷയത്തിൽ കാണിക്കുന്ന സമീപനങ്ങൾ, അതേപോലെ എതിരാളികളോട് അവർക്ക് മറുപടി നൽകുന്ന സന്ദർഭത്തിൽ സ്വീകരിക്കുന്ന സമീപനം, അതുപോലെ പുതിയ വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ, നവാസിലുകൾ സംഭവിക്കുമ്പോൾ, മുസ്ലിം ഉമ്മത്തിൽ ഉടനെ പുതിയ വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന എടുത്തിയാട്ടം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അത് മനഹജിയായ വിഷയങ്ങളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റഊഫ് നദ്വിയുടെ നിലപാട് ഇത് പലർക്കും ഉണ്ട്. റഊഫ് നദ്വിയുടെ നിലപാട് ഇത് പലർക്കും ഉണ്ട്. അതെ അതെ, ഇത് നദ്വിക്ക് മഹ്സിൻ കൊടുത്ത കത്താണ് 1 വർഷം മുമ്പ്. അപ്പോ അല്ലാതെ വേറെ ആളെയും കുറിച്ച് പറഞ്ഞല്ല. മഹ്സിന് അവന് മനസ്സിലാക്കിയ ഒരു കാര്യം കത്തായിട്ട് കൊടുത്തു. അതാണ് വിഷയം. ഇതിപ്പോ മൊത്തത്തിലൊരു സംഘത്തിനെ ആക്ഷേപിക്കണ പോലെയൊക്കെയാണ് പറയണത്. അല്ലാഹുൽ മുസ്തആൻ. ചുരുക്കി പറഞ്ഞാൽ, ഇത്തരത്തിലുള്ള ദീൻ സംസാരിക്കാൻ യോഗ്യതയില്ലാത്ത, ദീനിന്റെ വിഷയങ്ങൾ എഴുതാൻ അർഹതയില്ലാത്ത ആളുകൾ, അത്തരം ആളുകളുടെ സംസാരങ്ങൾ കേൾക്കാതിരുന്നാൽ തന്നെ, അത്തരം ആളുകൾ എഴുത്തുകൾ വായിക്കാതിരുന്നാൽ തന്നെ അൽഹംദുലില്ലാ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ദീന് റബ്ബിന്റെ തൃപ്തി കിട്ടുന്ന രൂപത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിന് ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഈ പറയപ്പെട്ട ആളുകളുടെ സംസാരങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. അവരുടെ സംസാരങ്ങൾ നിങ്ങൾ ദീനായി കേൾക്കരുത്. അബ്ദുറൌഫ് നദ്വി ആണെങ്കിലും ശംസുദ്ദീൻ വാലത്താണെങ്കിലും ബഷീർ സലഫി, ആരുടെയും കേൾക്കരുത്. അത് കേൾക്കരുത് തന്നെയാണ്. അവരുടെ സംസാരം അല്ലെങ്കിൽ അവരുടെ എഴുത്തായി ദീനിന്റെ സംസാരമായി വായിക്കരുത്. അത് ദീനിന്റെ സലഫുകളുടെ നിലപാടാണ്.